വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചു. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും. വിവരങ്ങൾ ജമാൽ നൽകും. ജമാൽ, റഹീമിൻ്റെ മോചനം എപ്പോൾ സാധ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം? എന്താണ് കൂടുതൽ വിവരങ്ങൾ? ലോകത്തെങ്ങുമുള്ള മലയാളികൾ ഏറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് റഹീമിന്റെ മോചനം. കഴിഞ്ഞ 18 വർഷമായി സൗദിയിലെ റിയാദിൽ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുറഹീമിന്റെ മോചനത്തിനായി ലോകത്തെങ്ങുമുള്ള മലയാളികൾ ഒന്നിച്ചിരുന്നു. ഇവർക്ക് സഹായധനം എത്തിക്കാൻ വേണ്ടി, ദിയാധനം നൽകാൻ വേണ്ടി 15 മില്യൺ റിയാൽ ആണ് ലോകത്തെങ്ങുമുള്ള മലയാളികൾ സ്വരൂപിച്ചത്. ഏതായാലും റഹീമിന്റെ മോചനത്തിന് ഇനി ദിവസങ്ങൾ മാത്രം അല്ലെങ്കിൽ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത്. റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കിയുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. റഹീമിന്റെ മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി പൗരന്റെ കുടുംബം അറിയിച്ചു. ഈ മാപ്പ് നൽകിയുള്ള കുടുംബത്തിന്റെ സമ്മതപത്രം ഉടൻ റിയാദ് ഗവർണറിന് കൈമാറും. അധികം വൈകാതെ തന്നെ ജയിലിൽ കഴിയുന്ന റഹീമിന്റെ മോചനം സാധ്യമാകും. തുടർന്ന് റിയാദ് വിമാനത്താവളം വഴി തന്നെ റഹീമിനെ നാട്ടിലേക്ക് അയക്കും. റഹീമിന് മാപ്പ് നൽകാമെന്ന് ഇന്നുച്ചയോടെയാണ് കുടുംബം റിയാദ് കോടതിയിൽ ഔദ്യോഗികമായി അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് മോചനത്തിലുള്ള അവസാന നടപടികൾ ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് കോടതിയുടെ പരിഗണനയ്ക്ക് വന്നിരുന്നു. പക്ഷെ അന്ന് സൗദി മരണപ്പെട്ട യുവാവിന്റെ കുടുംബം എത്തിയിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇന്നത്തേക്ക് കേസ് മാറ്റിവെച്ചത്. ഈ റഹീമിന്റെ മോചനത്തിനായി സ്വരൂപിച്ച 15 മില്യൺ റിയാൽ ഇവരുടെ കുടുംബത്തിന് കൈമാറുകയും ചെയ്തിരുന്നു. ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ, നാളെയോ മറ്റന്നാളോ തന്നെ റഹീമിന്റെ മോചനം സാധ്യമാകും. ഇത് ഇനി അവശേഷിക്കുന്ന ചില നടപടികൾ മാത്രമാണ് ഉള്ളത്. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോക്ക് സ്വദേശി അബ്ദുൾ റഹീമിന് മാപ്പ് നൽകാമെന്ന് കൊല്ലപ്പെട്ട സൗദി യുവാവിൻ്റെ കുടുംബം കോടതിയെ അറിയിച്ചു. ദയാധനം സ്വീകരിച്ച് മാപ്പ് നൽകാമെന്ന് കുടുംബം ഔദ്യോഗികമായി അറിയിച്ചതോടെ റഹീമിൻ്റെ മോചനം ഉടൻ സാധ്യമാകും. വിവരങ്ങളാണ് UAE നിന്നും ജമാൽ നൽകിയത്.